പിന്നെ ഒരു മാരുതി, പച്ച മാരുതി. ഇതിനെപ്പോലുള്ള പെമ്പിള്ളേർക്ക് മാരുതിയ ബെസ്റ്റ്. മാരുതി മതി. അത് ഓടിക്കാൻ പഠിപ്പിക്കും. പിന്നെ സാറിനെ വാരുകാൻ തോന്നുന്നു. ഒരു ഡ്രോപ്പ് ബിയർ പോലും കുടിക്കാതെ എന്നെ കൊണ്ട് ഈ വിസ്കി മുഴുവൻ കുടിപ്പിച്ചിട്ട് അതുകൊണ്ട് ബലസ് നീയേ എന്റെ കുട്ടി സൂയിക്ക. സൂയിക്കണ്ട, കടപ്പുറത്ത് പോവാം. കടപ്പുറത്തോ? അവിടെ അടുത്താ, ഈ തെങ്ങുതോപ്പ് ക്രോസ് ചെയ്ത കടല, നല്ല ബെസ്റ്റ് കടല. അതൊന്നും വേണ്ട, പ്രാന്തൊന്നും കാണിക്കണ്ട. കടപ്പുറത്ത് കാറ്റുള്ളവര് പ്രാന്തുള്ളവരാ. വൈകുന്നേരം കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തില്ല, പാതിരാത്രിയിൽ കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തുണ്ട്. അതാണോ നിയമം? അതെ. എങ്കിൽ ആ നിയമം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. എന്താ മേത്തിട്ടുണ്ട് ഒരക്കിയാ? കൺട്രാക്ടറെ ഇവിടൊക്കെ എല്ലാരും അറിയുന്നല്ലേ? പിന്നെ ഹോട്ടലുകാരെന്ത് വിചാരിക്കും? ഹോട്ടലുകാരെന്ത് ചോദിച്ചാ എനിക്കെന്താ? ഞാനിപ്പോ വേണ ഈ ഹോട്ടല വിലക്ക് വാങ്ങിക്കും. കാണാനൊക്കെ കാണാനൊക്കെ എന്തൊട്ട് ഹോട്ടലുകാരെ പടി ഇങ്ങനെ പടി പണിയാ, പടി പണിയാ. എന്തിനാ എപ്പോഴും ഈ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതിന് നീ ക്ലിയർ ആയിട്ടൊരു മറുപടി പറയാത്തോണ്ട് എന്നെ കൊണ്ട് വയ്യ മോലാലിയുടെ വെപ്പാട്ടിയായിട്ടിരിക്കാൻ. എന്താ കഴിഞ്ഞില്ലേ? കാരണം എനിക്കറിയാം എന്നെ വെപ്പാട്ടിയാക്കാൻ ഇപ്പൊ ഒരുപാട് പേര് കാണുമെന്ന്. അത് ആർക്കൊക്കെ തോന്നുന്നു ഞാൻ ആദ്യം ഒരു കണക്കെടുക്കട്ടെ. അങ്ങനെ ആവണമെങ്കിൽ തന്നെ ഒരു തടി കൺട്രാക്ടറുടെ വെപ്പാട്ടിയാവണോ? കുറെ കൂടെ കാശ് സൗകര്യമുള്ള ആരെങ്കിലും കിട്ടുമോന്ന് എനിക്ക് തിരക്കിക്കൂടെ? എന്താ 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 ഒന്നൂടെ വിളിച്ചേ, ഒന്നൂടെ വിളിച്ചേ. ആർത്തി പഞ്ച. മോനെ തടി കോൺട്രാക്ടറെ, നീ ആരാ? ഉള്ളത് പറ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ നേരം വരെ മോലാളി എന്നോട് പറഞ്ഞത് മുഴുവൻ ഗുണ്ടാന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ എല്ലാം നേര് തന്നെ പറഞ്ഞത്. പക്ഷേ നമ്മൾ രണ്ടുപേരും ചേരാൻ പറ്റിവരാ. നേര് പറഞ്ഞാൽ നാളെയും പരസ്പരം ഉതകിയേക്കും. ഉള്ളത് പറഞ്ഞു ഗുണമേ വരൂ. ഞാനാ മദർ സുപ്പീരിയർ. ഞാൻ ഊഹിച്ചു. ആ നേരത്ത് രാധ എങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലാരെ കാണില്ലായിരുന്നു. ചിലപ്പോ കണ്ടേനെ, പക്ഷെ എന്തായാലും ഇങ്ങനെ കാണില്ലായിരുന്നു.
ഇത്രയും കാലവും ഒരു പെണ്ണിനെ കാണാൻ കൂട്ടാക്കാതെ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് ഉള്ളിത്തട്ടി മോഹം തോന്നുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു വെച്ചത്. ഇനിയിപ്പോ ഞാൻ എല്ലാരെയും കാണാൻ തുടങ്ങുമെന്ന ഇപ്പോഴെന്റെ പേടി. അതൊന്നുമില്ല, രാധയായിട്ട് ഒന്നുകൂടെ കാണാം. ഇനി കോളേജിൽ പോയിട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. ഇല്ല. അതൊക്കെ വരും. ഒരു ദിവസം കാണാം രാധ മണ്ണാർത്തോടിയിൽ ഇരിക്കുന്നത് 3-4 ബൊമ്മയ്ക്കും തമ്പ്രാൻ കുഞ്ഞുങ്ങളുമായിട്ട്. അത് കാണാൻ ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട്. കുറെ കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും, അതാ ഞാൻ. തോന്നി. എന്റെ രണ്ടാമതൊരു വാശി കൂടി ക്ലാര ഇന്ന് തകർത്തു. ഒരു പെൺകുട്ടിയുടെയും നാശത്തിന്റെ തുടക്കം എന്നിലൂടെ ആവരുതേ എന്നെനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെയും വെർജിനിറ്റി ഞാൻ കാരണം ഇല്ലാതാവരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ച ആ പെൺകുട്ടിയാവും പിന്നെ അങ്ങോട്ട് അന്ത്യം വരയ്ക്ക് എന്റെ ഒപ്പം ഉണ്ടാവുക എന്നും ഞാൻ ഒരു ശപഥം എടുത്തിരുന്നു. ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. എന്നുവെച്ചാ കടലിൽ പോണം. പോവാം. പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം. വലയില് എന്തെങ്കിലും ഉണ്ടായാ മതിയോ? പോരാ, പിന്നെ ഒരു വള്ളം നിറയെ.